അസ്സലാമു അലൈക്കും. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. പണത്തിൻ്റെ പേരിൽ നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. നമ്മൾ വിളിച്ചാൽ വിളിക്കുത്തരം തരുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്ത് കാര്യത്തിലാണോ നമ്മൾ ദുആ ചെയ്യുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും കരഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ്. ഒരുപാട് പേർ ഇതുപോലെ ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വിഷമിച്ചിട്ടാണ് അവർ ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയത്. പക്ഷേ ചൊല്ലിയതിനു ശേഷം അവർ പോലും വിചാരിക്കാത്ത വഴികളിൽ നിന്നും അത്ഭുത ഫലം കിട്ടി. അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു അത്ഭുത മഹത്വമേറിയ അസ്മാഉൽ ഹുസ്നയിലെ ദിക്റാണിത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വരെ ചൊല്ലണം. അല്ലാതെ 1-2 ദിവസമോ ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചില്ല എന്ന് പറയരുത്. അതിനു പകരം നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണോ സാധിക്കുന്നത് അതുവരെ നമ്മുടെ മനസ്സിലെ വിശ്വാസം കൈവിടാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതും വിശ്വാസത്തോടെയും എൻ്റെ കാര്യം നടക്കുമെന്ന ഒറ്റ തീരുമാനത്തോടെ. ഞാനിത് ചൊല്ലിയാൽ എൻ്റെ ആഗ്രഹം നിറവേറുമെന്ന് പറഞ്ഞു ചൊല്ലുക. തീർച്ചയായും ഫലം കിട്ടുന്നതാണ്. ഇത് ചെയ്തിട്ട് എത്രയെത്ര പേർക്കാണ് ഫലം കിട്ടുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിലെ താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് അത് മാറിക്കിട്ടിയ ഒരുപാട് പേരുണ്ട്. ഇനി ഏതാണ് ഈ അത്ഭുതം നിറഞ്ഞ ഇസ്മെന്നറിയണ്ടേ? യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ വേണം. ഈ ദിക്ർ ചൊല്ലിയാൽ എൻ്റെ ആഗ്രഹം അല്ലാഹു തആല നടത്തിത്തരും, എൻ്റെ കടം വീടാനുള്ള വഴി അല്ലാഹു തആല എനിക്ക് കാണിച്ചു തരുമെന്ന ഒറ്റ വിശ്വാസത്തോടു കൂടി ചെയ്യൂ. തീർച്ചയായും അത് നടക്കും. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികമായി ടെൻഷൻ എടുക്കുന്നവരുണ്ടാകും. അവരിത് മുറുകെ പിടിച്ച് ചൊല്ലിക്കോ. കാരണം ഇത് നമ്മുടെ അസ്മാഉൽ ഹുസ്നയിലെ 4 മഹത്വമേറിയ നാമങ്ങളാണ്. ഇത് 313 വട്ടം മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് ഒരിക്കലും പാഴാകില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നമ്മുടെ അല്ലാഹു തആല നടത്തി തരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ തഹജ്ജുദ് നമസ്കാരം. നമ്മുടെ തഹജ്ജുദ് നമസ്കാരം നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കൈവിടാൻ പാടില്ലാത്ത സ്വലാത്താണ്. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകും. നമുക്കറിയാവുന്ന, നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ കൂട്ടത്തിൽ ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ ഉള്ളവർ ഒരുപാടുണ്ടാകും. അവർക്കൊന്നും, ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. പണത്തിൻ്റെ പേരിലും മറ്റു അസുഖങ്ങളുടെ പേരിലും അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് റബ്ബേ. അല്ലാഹ് നീ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.